ജോർജ് പൊടിപ്പാറ മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഈ പരാതികളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ, പരാതി നൽകലല്ല നവകേരള സദസ്സിലെ മുഖ്യമെന്ന് പറയുമ്പോഴും പരാതികൾ ഏത് സമയത്ത് വേണമെങ്കിലും സ്വീകരിക്കാമല്ലോ, അത് മന്ത്രിമാർ എവിടെ പോയാലും അവർക്ക് പരാതികൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ബോധ്യമാകുന്ന ഒന്നാണോ? എല്ലായിടത്തും നവകേരള സദസ്സിൽ ആള് കൂടുന്നത് ഈ പരാതി നൽകുന്നതിന് വേണ്ടിയല്ലേ? ബാക്കിയെല്ലാം ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന ആളുകളാണല്ലോ, പാർട്ടി അണികളാണല്ലോ. ബാക്കി വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ പരാതി നൽകുന്നതിന് വേണ്ടി മാത്രം വരുന്നയാളാണ്. ഇന്ന് വൈക്കത്ത് നടക്കുന്നുണ്ട് നവകേരള സദസ്സ്, അവിടെയും പരാതി നൽകുവാൻ വലിയ തിരക്കാണ് ഉള്ളത്. എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? പരാതികൾ എപ്പോഴും നൽകാൻ പറ്റുന്നതാണല്ലോ, ഇതൊരു പരാതി പരിഹരിക്കുന്ന വേദിയല്ല എന്ന്. തീർച്ചയായിട്ടും നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഈ നവകേരള സദസ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചും ഇത് നടത്തുന്നതിന് മുമ്പൊക്കെ, അല്ലെങ്കിൽ ഈ ഏതാണ്ട് ഒരു പകുതി ഇപ്പൊ പൂർത്തിയായ തൃശ്ശൂരൊക്കെ പിന്നിടുന്നത് വരെ നമ്മൾ ആവർത്തിച്ച് കേട്ടൊരു കാര്യം, സർക്കാർ ജനങ്ങളിലേക്ക് എത്തുന്നു. ആ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, ജനങ്ങളുടെ ആവലാതികളും പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് സർക്കാരിന്റെ നയപരിപാടികളും സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ ധനവിനിയോഗവും ഒക്കെ പുതിയൊരു ട്രാക്കിലേക്ക് മാറ്റി, നേരത്തെ ശ്രീ ഹക്സർ പറഞ്ഞതുപോലെ ഒരു നവകേരള സൃഷ്ടി. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയുന്നതാണോ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ ഉൾക്കൊള്ളുന്നതാണോ? ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹസ്കർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാൻ തിരുവനന്തപുരത്ത് നിന്ന് പത്രക്കുറിപ്പ് ഇറക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാം. അതിന് ഈ 140 നിയോജകമണ്ഡലങ്ങളിൽ ഇത്രയും പണം മുടക്കി സർക്കാർ ചെലവിൽ സർക്കാർ സംവിധാനത്തിലും അതിൽ പൊളിച്ചും വണ്ടി മേടിച്ചും കോടാനുകോടികൾ ചെലവഴിച്ച് ഇങ്ങനെ ഒരു യോഗം നടത്തേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ നിരന്തരമായിട്ട് ഈ യാത്ര നടത്തേണ്ട കാര്യമുണ്ടോ? സെക്രട്ടേറിയറ്റിനെ അനാഥമാക്കി. മറിച്ച് ഇതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ന്യായമുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി ഒരു എന്താ പറയാ, സുതാര്യതയുണ്ട്. സർക്കാർ ജനങ്ങളിലേക്ക് ചെല്ലുകയാണ്. വരുന്ന 25 വർഷത്തിനപ്പുറത്തുള്ള കേരളം എന്താകണം എന്നതിനെ കുറിച്ച് ഇടതുമുന്നണിക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില ദർശനങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്. ഈ കാര്യങ്ങൾ ജനങ്ങളോട് സംസാരിക്കുകയും ഒപ്പം തന്നെ ജനങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചൊരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു എക്സർസൈസാണ് ഇത്. ഒപ്പം ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും ആ പരാതികൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ സത്വര പരിഹാരം കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയുന്നിടത്തൊരു യുക്തിയുണ്ട്, ന്യായമുണ്ട്. അങ്ങനെ ഈ സൈറ്റുകൾ വഴി ഇത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടും ഈ പരാതികൾ. അത് ഇത്ര ദിവസത്തിനുള്ളിൽ, ആദ്യം 9 ദിവസം പറഞ്ഞിരുന്നത്, പരാതിക്ക് പരിഹാരം കാണുമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ മറുപടി കിട്ടുന്നത് പലതും റെഡിമെയ്ഡ് മറുപടികളാണ് കിട്ടുന്നത്. അതോടെയാണോ ഇതിന്റെ ഈ ലക്ഷ്യം പൊളിയുകയും ഇപ്പോൾ അതൊരു പരാതി പരിഹരിക്കുന്ന വേദിയല്ല എന്ന രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെ ഒരു വാക്കുമാറ്റൽ ഉണ്ടായിട്ടുണ്ടോ ശ്രീ ജോർജ് പൊടിപ്പാറ? പക്ഷെ ഇപ്പോഴും പറയുന്ന കാര്യം എന്ന് പറയുന്നത് തുടക്കത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു, മുഖ്യം പരാതി സ്വീകരിക്കലല്ല, അതേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ എന്ന്. നേരത്തെ ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാരിന് കൃത്യമായിട്ട് അറിയാം ഇന്നത്തെ സാമ്പത്തിക പരിസ്ഥിതിയിൽ ഈ പറയുന്ന ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ഇത് പരിഹരിക്കാൻ ഇന്ന് സർക്കാരിന് സാധിക്കില്ല. അപ്പോ കഴിയുന്നിടത്തോളം ഇത്തരം വിഷയങ്ങൾ ഇതിൽ തടിച്ചുകൂടുന്ന ജനങ്ങളോട് പറയാതിരിക്കുക, അവർക്ക് അമിത പ്രതീക്ഷകൾ ഉണ്ടാകാതിരിക്കുക. സർക്കാരിനത് നിറവേറ്റാൻ സാധ്യമായില്ലെങ്കിൽ ഈ നവകേരള സദസ്സിൽ പാലായിൽ ഇതൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്തായി എന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചോദിക്കാൻ ഇടവരരുത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മഞ്ജുഷ ചോദിച്ചത് തന്നെയാണ് പ്രശ്നം. ഇതിനകത്തൊരു വലിയ വാക്കുമാറ്റം സംഭവിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു നവകേരള സദസ്സാണോ ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ, ജനങ്ങളിൽ നിന്ന് പ്രശ്നം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള മൂർത്തമായ പദ്ധതികൾക്ക് ഭാവിയിൽ രൂപം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പരാതി കേൾക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ജനത്തെ തന്നെ രണ്ടായി തിരിക്കുന്നു. ഒന്ന് പ്രമുഖര്, പൗരപ്രമുഖര്, മറ്റത് സാധാ ജനം.
ആ സാധാ ജനത്തിന് കിട്ടുന്നത് ഏത് പന്തിയിലാണ് വിളമ്പ് കിട്ടുന്നത്? അവര് എന്താ പറയാ, ക്യൂ നിൽക്കുക, പരാതി കൊടുക്കുക, അതുപോലെ തന്നെ ഇടിച്ചു കയറി മണിക്കൂറുകളോളം കാത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ആവർത്തന വിരസമായ അപ്പുറത്ത് വൈക്കത്ത് പറഞ്ഞു തന്നെ കോട്ടയത്ത് പറയുന്നു, കോട്ടയത്ത് പറയുന്നത് തന്നെ ഏറ്റുമാനൂർ പറയുന്നു. ഇത് കേട്ടുകൊണ്ടേയിരിക്കും. അതല്ല എങ്കിൽ ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾ പറയണം. അങ്ങനെ നാട്ടിലെ പ്രശ്നം പറയാൻ ശ്രമിച്ച ഒരു എംപിക്കാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ജോസ് കെ മാണി എങ്ങനെ ഈ മുന്നണിയിൽ തുടർന്നു പോകും? അപമാന ഭാരിതനല്ലേ, അപമാനത്തിൽ ഒരു അടിമയുടെ മനോഭാവത്തിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞു. ഒരക്ഷരം തിരിച്ചു മിണ്ടാൻ ജോസ് കെ മാണിക്ക് കഴിയില്ല. സംശയമില്ലാത്ത കാര്യമാണല്ലോ അത്. മനുഷ്യ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി, കെ എം മാണി, അതായത് ഈ UDF ഏതാണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവിനും അത് തുല്യമായ, അതിന് വലിപ്പച്ചെറുപ്പമില്ലാതെ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, കെ എം മാണി, ഇത് ഏറെക്കുറെ ഒരു എന്താ പറയാ ത്രയമായിരുന്നു. ഇവരിൽ ആരാണ് മുമ്പിൽ ആരാണ് പുറകിലെന്ന് പറയാത്ത രീതിയിൽ 3 പേർക്കും തുല്യ പരിഗണനയോടെ ആ UDF സംവിധാനത്തിൽ ആ പരിഗണനയും പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആ മുന്നണിയുടെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം ആണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പദപ്രയോഗത്തിൽ വന്ന വീഴ്ചയുടെ പേരിൽ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന UDF കൺവീനർ UDF യോഗങ്ങളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയേണ്ടതിന് പകരം UDF-ൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാകരണ പെശക് ഉപയോഗിച്ച് LDF-ലേക്ക് പോയത്. ഇപ്പോ എന്തൊരു കഷ്ടമാണ്. ചാഴിക്കാടൻ എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ നേതാവ്, മഞ്ജുഷ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ എത്ര തവണ അദ്ദേഹം അവിടെ MP ആയി, MLA ആയിട്ട് മത്സരിച്ചു. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള ഒരു നേതാവ് പാലായിലെ MLA ഈ നവകേരള സദസ്സിന് ഇല്ലാതിരിക്കെ പാലായുടെ ജീവൽ പ്രശ്നമായ റബ്ബർ വിലയെക്കുറിച്ചും പാലാക്കാരുടെ ചിരകാല സ്വപ്നമായ സ്റ്റേഡിയം നവീകരണത്തെക്കുറിച്ചും പാലായിലുള്ള ഒരു വിഭാഗം ജനത്തിന്റെ എത്രയോ കാലത്തെ ഒരു ആവശ്യമായ പാലത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞത് എന്തൊരു മഹാപരാധമാണ്. അവിടെ അദ്ദേഹത്തെ പോലെ ഇത്രയും പ്രായമുള്ള MP എന്ന് പറയാനുള്ള മനസ്സ് പോലും ഉണ്ടായില്ല. ഇവിടെ ആദ്യം സംസാരിച്ച അയാൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അയാൾക്കൊരു പേരുണ്ട്. ഇത് രണ്ടും പറയാതെ ആ ആൾക്ക് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഈ ജോസ് കെ മാണിക്ക് മറ്റൊരു രക്ഷയില്ലാത്ത സമയമാണിത്. അങ്ങനെയല്ല, UDF-ൽ നിന്നും വിളി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ നാണക്കേട് സഹിച്ചുകൊണ്ട് തന്നെ നിൽക്കേണ്ട ആവശ്യം ഇപ്പോഴുണ്ട് എന്ന് തന്നെയാണല്ലോ. നാണമുണ്ടെങ്കിൽ ഈ വൈക്കത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, അങ്ങോട്ട് പ്രതിനിധിയെ അയക്കരുത്, അതാണ് വേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് UDF-ന് അകത്ത് കാണിച്ചിരുന്ന പല ഘട്ടങ്ങളിലും അവർ കാണിച്ചിരുന്ന ആ ഒരു എന്താ പറയാ, ഒരു കണക്ക് പറയാനുള്ള, ബാർഗെയിൻ ചെയ്യാനുള്ള ആ ഒരു കരുത്ത്, അല്ലെങ്കിൽ നട്ടല് നിവർത്തി നിന്നിട്ട് കിട്ടേണ്ടത് കിട്ടണം എന്ന് പറയുമ്പോൾ കാണിച്ചിരുന്ന ആ ഒരു ആർജവവും ഊർജവും ഒന്നും ഇപ്പോ ജോസ് കെ മാണിക്കും ഇല്ല, ചാഴിക്കാടനും ഇല്ല, മന്ത്രിക്കുമില്ല. ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞത് കൃത്യമാണ്. അതായത് രാജാവും പ്രജകളും, അല്ലെങ്കിൽ എന്താ പറയാ, ജന്മിയും കുടിയാനും, തൊമ്മിയും ഭാസ്കർ പട്ടേലരും, ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു വാചകം കൂടുതൽ പറഞ്ഞു, അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ സംസാരിച്ചു എന്ന പേരിൽ ഇത്ര പരസ്യമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാളെ ഇങ്ങനെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിൽ പറയുന്ന, അത് എന്ത് രീതിയാണ് ഇത്? നമ്മൾ അവിടെ കണ്ടു, ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ കണ്ടു. ഇപ്പൊ അതിനേക്കാൾ കൂടിയ അളവിൽ അത് പിന്നെ സ്വന്തം പാർട്ടിക്കാരാണ്, തള്ള ചവിട്ടിയ പുളയ്ക്ക് കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് ഇതൊരു ഘടകകക്ഷിയുടെ സ്ഥലമാണ്, അവരുടെ ജീവൽ പ്രശ്നങ്ങളിലൊന്നാണ് റബ്ബർ. അത് പറഞ്ഞതിന്റെ പേരിൽ ഈ രീതിയിലൊക്കെ മുഖമടച്ചടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഇത് എന്ത് രീതിയാണ്, എന്ത് ശൈലിയാണ്?